ഹലോ ഹായ്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഓണം വ്ളോഗാണ്. അതിൻ്റെ കൂടെ ഒരു ട്രാവൽ വ്ളോഗും കൂടെ. ട്രാവൽ വ്ളോഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ ട്രാവൽ ഒന്നുമല്ല. നമ്മളിപ്പോൾ കറൻ്റ്ലി ഉള്ളത് ബാംഗ്ലൂരാണ്, നമ്മുടെ വീട്ടിലാണ് സംഭവം. രാവിലെ ഏകദേശം ഒരു 5:30 മണി ആയിട്ടുണ്ട് കേട്ടോ. സോ ഇപ്പോൾ ഒരു വ്ളോഗ് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞത് ലാസ്റ്റ് നിമിഷം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകണം, അതായത് നാട്ടിലേക്ക് പോകണം. ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ ടിക്കറ്റ് കിട്ടിയത്. പിന്നെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ലാസ്റ്റ് നിമിഷമാണ് ഇദ്ദേഹത്തിന് ഒരു ലീവ് സെറ്റായത്. ആ സമയത്ത് നമ്മൾ ഈ പറയുന്ന പോലെ ട്രാവലിന്റെ സംഭവങ്ങൾ, അതായത് ഈ പറയുന്ന പോലെ ബസ് ടിക്കറ്റ് ഒക്കെ നോക്കിയപ്പോൾ ഏകദേശം 4000 സംതിങ് ഉണ്ടായിരുന്നു അല്ലേ, 4.5 അത്രയൊക്കെ ഉണ്ടായിരുന്നത്. നമ്മൾ ട്രിവാൻഡ്രം വരെ പോകാൻ ഒരാൾക്ക് 4.5. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു വേണ്ട, ഡ്രോപ്പ് ചെയ്യാം, എന്തിനാ രണ്ടുപേര് പോയിട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല പൈസ പൊട്ടും. അപ്പോൾ വേണ്ട വിചാരിച്ചു. അങ്ങനെ അവസാന നിമിഷം നമ്മൾ ഫ്ലൈറ്റ് ഒന്ന് ജസ്റ്റ് നോക്കിയല്ലേ, ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് കിട്ടി? ഒരു 2.5 ഒന്നുമല്ല, 3 സംതിങ് ആയി. 3 സംതിങ്. എന്നാലും നമ്മുടെ ബസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ലാഭമാണ്. കുറച്ച് കുറവാണ്. പിന്നെ നമ്മൾ ട്രെയിൻ നോക്കിയില്ല, ഫുള്ള് വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. അപ്പൊ ചിലപ്പോൾ 300 ഒക്കെ ഉണ്ടായിരുന്നു. 300 വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു അല്ലേ. ഓക്കെ, അങ്ങനെ. അപ്പോൾ എന്തായാലും ഈ തിരുവോണ ദിവസം രാവിലെ നമ്മളിപ്പോൾ ഒരു 5:30 മണി ആയിട്ടുണ്ട്. ഇപ്പോഴേ നമ്മൾ ഇറങ്ങുകയാണ്. കാരണം എന്ന് വെച്ചാൽ 9 മണിക്കാണ് നമുക്ക് ഫ്ലൈറ്റ്. ഇത്ര നേരത്തെ ഇറങ്ങുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ബാംഗ്ലൂരിൻ്റെ ഇങ്ങ് അറ്റമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നമുക്ക് മെട്രോ പിടിച്ചിട്ട് നേരെ മെജസ്റ്റിക്കിൽ ഇറങ്ങണം അല്ലേ. മെജസ്റ്റിക്കിൽ പോകണം. അവിടെ നിന്ന് പിന്നെ അവിടുത്തെ മെജസ്റ്റിക് ബസ് സ്റ്റേഷനിൽ നിന്ന് നേരെ നമുക്കൊരു 1.5 hours ട്രാവൽ ഉണ്ട്. 1.25 മണിക്കൂർ ട്രാവൽ ഉണ്ട് എയർപോർട്ട് വരെ. സോ അതൊക്കെ കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതും കൂടെ നോക്കുമ്പോഴത്തേക്ക് അപ്പൊ അതൊക്കെ കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇപ്പൊ ഇറങ്ങുവാണ്. സോ നമ്മുടെ ഇനിയിപ്പം 1.5 മണിക്കൂർ എന്തേ ഉള്ളൂ നമ്മുടെ നാട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു കുട്ടി ട്രാവൽ ബ്ലോഗും നമ്മുടെ ഒരു ഓണം, ഈ വർഷത്തെ ഓണം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിലൂടെ സദ്യയൊക്കെ ആയിട്ട് എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ കൂടെ ആയിട്ടൊരു കുട്ടി വീഡിയോ ആണ്. സോ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 8ന്റെ പണി. മെട്രോ 7 മണി മുതലേ ഉള്ളെന്ന്. സാധാരണ ഇവിടെ മെട്രോ 5 മണിക്ക് തുടങ്ങുന്നതാണ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു 5 മണിക്ക് ഇറങ്ങിയത്. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് കറക്റ്റ് ആ ഒരു ടൈമിൽ പോകാൻ വിചാരിച്ചു. പക്ഷെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞ് ഇനി 7 മണി തൊട്ടേ ഉള്ളെന്ന്. ഇനി എനിക്ക് തോന്നുന്നു തിരുവോണമൊക്കെ ആയോണ്ടാണോ എന്തോ. നമ്മൾ ഇത്ര രാവിലെ പോവാറില്ല. ഒന്നാമത്തെ കാര്യം നാഗസാന്ദ്ര മെട്രോ ഒക്കെ ഇപ്പോൾ ഫുള്ള് ടൈമിംഗ് എല്ലാം ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണോന്ന് അറിയില്ല, എന്തോ അതറിയില്ല. ഞങ്ങൾ എന്തായാലും പിന്നെ ഇനിയിപ്പോൾ നമുക്ക് പോയില്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് മെജസ്റ്റിക് ബസ് സ്റ്റാൻഡിലേക്ക് നമ്മളൊരു ഓല ബുക്ക് ചെയ്തു. ഒരു ഓട്ടോ ആണ്, ഒരു 396 ആ ഒരു റേറ്റ്. എന്തായാലും നമുക്ക് പോയേ പറ്റും. മറ്റേ മെട്രോ ആണെങ്കിൽ നമ്മൾ ടിക്കറ്റ് വരെ എടുത്തു, 73 അത്ര രൂപ എന്തോ ടിക്കറ്റ് എടുത്തു ഇന്നത്തേക്ക്. എന്തേ നോക്കാം. രാവിലെ എണീറ്റപ്പോൾ തന്നെ പണി, അതും തിരുവോണ ദിവസത്തിൽ എങ്ങനെയെന്തോ നോക്കാം. ആക്ച്വലി എയർപോർട്ട് ബസ് തപ്പിയുള്ള യാത്രയാണ്, അറിയില്ല. നമ്മൾ ആദ്യം ഒരു ബസ് സ്റ്റാൻഡിൽ പോയി, സംഭവത്ത് അവിടെ അല്ല പറഞ്ഞു. ഇപ്പോൾ അടുത്തൊരു ബസ് സ്റ്റാൻഡിലോട്ട് പോവുകയാണ്. നമുക്ക് എയർപോർട്ടിൽ പോകുന്ന ഒരു ബസ്സാണ് കണ്ടുപിടിക്കാനുള്ള. അത്യാവശ്യം നന്നായിട്ട് ടയേർഡായി. നോക്കാം. सर बैंगलोर एयरपोर्ट बस दिस वन ಕೆಂಪಗೌಡ ಇಂಟರ್ನ್ಯಾಷನಲ್ ಇದು ಬೇರೆ ആണോ? ഇത് സ്ലീപ്പർ ആണോ? സ്ലീപ്പർ. ടിക്കറ്റ് എടുക്കണ്ടേ? നോക്കാം. സോ ഫൈനലി നമ്മൾ ബസ്സിൽ കയറി. കുറച്ച് അധികം നടന്നു, കുറച്ച് നല്ല രീതിയിൽ നടന്നു കേട്ടോ. കാരണം ഫസ്റ്റ് നമുക്ക് മെട്രോ മിസ്സായതല്ല, മെട്രോ ഇല്ലായിരുന്നു. 7 മണിക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. സോ അവിടെ നിന്ന് ഞങ്ങൾ ഓട്ടോയിലാണ് വന്നത്.
ഏകദേശം 400 രൂപയായി ഇവിടെ മെജസ്റ്റിക്കിൽ, ഇവിടെ ബസ് സ്റ്റേഷനിൽ വരാൻ വേണ്ടിയിട്ട്. ഓട്ടോ ആണെങ്കിൽ ഇങ്ങനെ പതുക്കെ വന്നത്. എന്നിട്ട് പിന്നെ കുറേ നടന്നു, നന്നായിട്ട് നമ്മൾ സ്വെറ്റ് ആവുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയില്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ്. അപ്പം എവിടെ നിന്നാണ് ഈ പറയുന്ന പോലെ എയർപോർട്ടിലേക്ക് ബസ് ഉണ്ടാവാന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ കുറച്ചധികം നടന്നു. അവസാനം എന്താ ഇപ്പോൾ ഒരു ബസ്സിൽ കയറിയിരിപ്പുണ്ട്. നോക്കാം. 6:45ക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ഏകദേശം 45 minutes to 1 hour എടുക്കുമെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. ചേട്ടൻ എന്തെങ്കിലും ആലോചന എന്തിനാണോ എന്തോ, എത്തുമോ കറക്റ്റ് ടൈമിൽ എത്തുമോ എന്നൊക്കെ ആയിരിക്കും. നോക്കാം. തിരുവനന്തപുരത്തെത്തിയിരിക്കുകയാണ്. അയ്യോ, ഒരുപാട് നടന്ന് ഭയങ്കര ടെൻഷൻ അടിച്ചു. കാരണം മിസ്സാവോ അങ്ങനെയൊക്കെ ഓർത്തിട്ട്. കാരണം മെട്രോ ഒക്കെ നമുക്ക് മിസ്സായതായിരുന്നു. പക്ഷെ കറക്റ്റ് ടൈമിൽ നല്ല ഫ്ലൈ ആയിരുന്നു. 1.5 hours, അതായത് 10:30 ആയപ്പോൾ നമ്മളിവിടെ എത്തി. അങ്ങനെ അല്ലേ? സോ ബാക്കി അപ്ഡേറ്റ്സ് കാണാം. എന്നും ഒപ്പമുണ്ട്. ഈ ഓണത്തിന് എന്തെങ്കിലും സ്പെഷ്യൽ പ്ലാൻ? അയ്യോ, സോ അതാ നമ്മൾ വീടെത്തി, ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങളൊന്ന് ഫ്രഷ് ആയി കേട്ടോ. ഞാനൊന്ന് കുളിച്ചു. ഫ്രഷ് ആയതിനു ശേഷം ഇതിപ്പോൾ അതാ ഉച്ച സമയമാണ്, ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ നേരെ പോകുന്നത് പൂജപ്പുരയിലേക്കാണ്. അവിടെ അച്ഛനെയും അമ്മയും ഒക്കെ കണ്ടിട്ട് ഒന്ന് ജസ്റ്റ് വരാമെന്ന് വിചാരിച്ചു. ഇത് എൻ്റേതാ ഡ്രസ്സ്, പുതിയ ഡ്രസ്സ്. ഹായ്, ആളുടെ പുതിയ ഡ്രസ്സ്. നമ്മൾ രണ്ടുപേരും ഫ്രഷ് ആയിട്ടോ. ഇനിയിപ്പോൾ നേരെ നമ്മൾ പൂജപ്പുരയിലേക്ക് പോവാണ്. അവിടെ അച്ഛനും അമ്മയൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചിവിടെ വരും, ഫുഡ് കഴിക്കും. അപ്പോൾ ഓണം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓണത്തിന് ഓണസദ്യ ഇല്ലാണ്ട് പിന്നെ എന്താ അല്ലേ? അങ്ങനെ ദാ നമ്മളും കഴിക്കാൻ പോവാണ് ഒരു അടിപൊളി ഓണസദ്യ കേട്ടോ. ഇത്തവണ ഈ സദ്യയൊക്കെ നമ്മൾ മേടിക്കുകയാണ് കേട്ടോ ചെയ്തത്. എല്ലാ കറികളും പായസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. സംഭവം എല്ലാ വർഷവും വീട്ടിൽ തന്നെയാണ് ഈ പറയുന്ന പോലെ പറ്റുന്ന കറികളും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഓണസദ്യ ഉണ്ടാക്കാറ്. പക്ഷേ ഇത്തവണ അമ്മയ്ക്ക് കുറച്ച് വയ്യായികയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ മേടിക്കുകയാണ് കേട്ടോ ചെയ്തത്. പക്ഷേ എന്തായാലും കുഴപ്പമില്ല, നല്ല അടിപൊളി ടേസ്റ്റുള്ള സദ്യയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആദ്യം അച്ഛനും അമ്മയൊക്കെ കഴിച്ചു, അതിനുശേഷം കേട്ടോ ഞങ്ങൾ കഴിച്ചത്. എന്തായാലും ഓണസദ്യയോടുകൂടി നമ്മുടെ ഓണാഘോഷം ആരംഭിക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം.